ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം നമുക്ക് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ഈ സമയം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വായിച്ച് നോക്കാൻ ശ്രമിക്കുക. അറ്റംപ്റ്റ് ദ ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻ. ആദ്യത്തെ 5 ചോദ്യങ്ങളാണ്. 5 ചോദ്യങ്ങൾക്ക് 2 മാർക്ക് വീതമാണ്. മൊത്തം 10 മാർക്കാണ് ആ ഒരു സെക്ഷനിൽ നമുക്ക് കിട്ടുന്നത്. ഐഡൻറ്റിഫൈ ദ മെഗാലിത്തിക് മോണ്യുമെൻറ്റ്സ് റെപ്രസെൻറ്റഡ് ബൈ ദ ഫോളോയിങ് പിക്ചേഴ്സ്. അപ്പോൾ ഇത് മെഗാലിത്തിക് മോണ്യുമെൻറ്റ്സിൻ്റെ ചിത്രമാണ്. ചിത്രം 1 കുടക്കല്ലും, രണ്ടാമത്തേത് മെനീറുമാണ്. ഓക്കെ, അപ്പോൾ അത് ചിത്രം വ്യക്തമല്ല. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനത്തെ ഉള്ള ചിത്രങ്ങളൊക്കെ നോക്കി വെക്കുക. ഇനി രണ്ടാമത്തേത്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് പ്രോംപ്റ്റഡ് അലക്സാണ്ടർ ടു അറ്റാക്ക് ഇന്ത്യ. അപ്പോൾ ഇന്ത്യ ആക്രമിക്കാൻ അലക്സാണ്ടറെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ്. 2 എണ്ണം എഴുതിയാൽ മതി. ഓക്കെ, ടു ക്യാപ്ചർ ഓൾ റീജിയൻസ് അണ്ടർ ദ പേർഷ്യൻ എംപറർ. പേർഷ്യൻ എംപററിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാൻ, എല്ലാ റീജിയൻസും പേർഷ്യൻ എംപററിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാൻ. ടു ക്യാപ്ചർ ഓൾ റീജിയൻസ് അണ്ടർ ദ പേർഷ്യൻ എംപറർ. പിന്നെ എന്താണ്? ടു സ്പ്രെഡ് ഗ്രീക്ക് കൾച്ചർ. ഗ്രീക്ക് സംസ്കാരം എല്ലായിടത്തും വ്യാപിപ്പിക്കുക. ഇതിന് വേണ്ടിയിട്ടാണ് അലക്സാണ്ടർ ഇന്ത്യയെ ആക്രമിച്ചത്. ഇനി അടുത്തത്, ഹു വാസ് ദ ഫേമസ് കുഷാന റൂളർ മെൻഷൻ ദ സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ ദാറ്റ് ഡെവലപ്ഡ്. അപ്പോൾ കനിഷ്കയാണ് കുഷാന വംശത്തിലെ രാജാവ്. കനിഷ്ക, കുഷാന. ഓക്കെ, അവർ ഉണ്ടാക്കിയ ഒരു ആർക്കിടെക്ചർ രീതിയാണ് ഗാന്ധാര. ഓക്കെ, ഗാന്ധാര സ്കൾപ്ചർ. അപ്പോൾ കനിഷ്ക, കുഷാര ആ ഒരു ആർക്കിടെക്ചർ രീതിക്ക് പറയുന്നതാണ് ഗാന്ധാര സ്കൾപ്ചർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് റെപ്രസെൻറ്റഡ് ബൈ ദ ഗിവൺ കൺവെൻഷണൽ സിമ്പിൾസ് ഇൻ മാപ്സ്. അപ്പോൾ ഇതെന്താണെന്നാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പോൾ ഇത് എന്തിനു ഉപയോഗിക്കുന്നതാണ്? കോട്ടകൾക്ക് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ചിഹ്നം. ഇത് എന്ന് പറഞ്ഞ ചിഹ്നം ഗ്രേവ് യാർഡ്, അതായത് ശവകുടീരം ഉള്ള സ്ഥലങ്ങളെ ഉദ്ദേശിക്കുക. അപ്പം ഫോർട്ടും ഗ്രേവ് യാർഡും ആണ് ഈ ചിഹ്നങ്ങൾ. ശ്രദ്ധിച്ച് വെക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് ചോദിക്കാം. ഇനി കംപ്ലീറ്റ് ദ ടേബിൾ റിലേറ്റഡ് ടു ദ ടാക്സ് ഇമ്പോസ്ഡ് ബൈ ദ മൗര്യാസ് ഏർപ്പെടുത്തിയ ടാക്സ് ആണ്. ഒന്ന് ബാഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാഗ എന്ന് പറഞ്ഞാൽ ടാക്സ് ഓൺ ലാൻഡ് ആണ്. ബാഗയും ബാലിയുമാണ് ഉള്ളത്. ബാഗ എന്ന് പറയുന്നത് ടാക്സ് ഓൺ ലാൻഡിന് ഏർപ്പെടുത്തിയ ചുമത്തിയ നികുതിയാണ് ബാഗ. ഓക്കെ, ബാലി എന്ന് പറഞ്ഞിട്ട് ടാക്സ് ഓൺ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ. അപ്പം ബാഗയും ബാലിയുമാണ്. ബാലി എന്ന് പറയുന്ന ഫ്രൂട്ട്സിനുള്ളത്, ബാഗ എന്ന് പറഞ്ഞാൽ ടാക്സ് ഓൺ ലാൻഡ് ആണ്. ഇനി അടുത്തത് 12 മാർക്കിൻ്റെ ചോദ്യമാണ്. 3 മാർക്ക് വീതമാണ്. 4 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. ഓപ്ഷൻ 1 പറയാവുന്ന 4 എണ്ണം ചെയ്യുക. റൈറ്റ് 3 ഫീച്ചേഴ്സ് ഓഫ് ലോക്സഭ. ലോക്സഭയുടെ 3 ഫീച്ചേഴ്സ് എഴുതാനാണ്. ഓക്കെ, നമുക്ക് ലോക്സഭയെ കുറിച്ച് എന്ത് എഴുതാം? ഇലക്റ്റഡ് മെമ്പേഴ്സ് ഷുഡ് ബി 543. ഓക്കെ, 543 ഇലക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ടാവും. ദർ മേ ബി 2 നോമിനേറ്റഡ് മെമ്പേഴ്സ്. ഓക്കെ, ഇറ്റ് ഈസ് നോൺ ആസ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്. എന്താണ്? ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്നാണ് ലോക്സഭ അറിയപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. എന്തൊക്കെയാണ്? 543 മെമ്പേഴ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇറ്റ് ഈസ് നോൺ ആസ് എ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് 2 നോമിനേറ്റഡ് മെമ്പേഴ്സ്. ഇനി അടുത്ത, വാട്ട് ആർ ദ മേജർ സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ ഓൺ ദ ഹിസ്റ്ററി ഓഫ് ഏൻഷ്യൻ തമിഴകം. ഏൻഷ്യൻ തമിഴകത്തെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുന്നത് മെഗാലിത്തിക് മോണ്യുമെൻറ്റ്സ് എന്നും, ഫ്രം ഏൻഷ്യൻറ്റ് തമിഴ് സോങ്, കോയിൻസ്, ട്രാവലോഗ്സ്, തമിഴ് ഇൻസ്ക്രിപ്ഷൻ. ഇതിൽ ഏതെങ്കിലും 3 എണ്ണം എഴുതിയാൽ മതി. ഫ്രം മെഗാലിത്തിക് മോണ്യുമെൻറ്റ്സ്, ഫ്രം ഏൻഷ്യൻറ്റ് തമിഴ് സോങ്സ്, കോയിൻസ്. ഇനി അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫണ്ടമെൻ്റൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി. ഒരു എക്കണോമിയുടെ ഫണ്ടമെൻ്റൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്. എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുക, എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന്. ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. ഫോർ ഹോം ടു പ്രൊഡ്യൂസ്. ഇത്രയാണ് ഒരു ബേസിക് പ്രോബ്ലംസ്. ഇനി അടുത്ത, റൈറ്റ് ഇനി 3 പെക്യുലാരിറ്റീസ് ഓഫ് ലൈഫ് ഓഫ് പീപ്പിൾ ഇൻ ദ സപ്തസിന്ധു റീജിയൻ. സപ്തസിന്ധു റീജിയനിലുള്ള ആൾക്കാരുടെ 3 പെക്യുലാരിറ്റീസാണ് എഴുതാൻ പറഞ്ഞത്. ആര്യൻസ് ബിലോങ് ടു ഡിഫറെൻറ്റ് ട്രൈബ്സ്. അവർ ഡിഫറെൻറ്റ് ട്രൈബ്സ് പെട്ടവരാണ്. ഈച്ച് ട്രൈബ് കംപ്രൈസ് ഓഫ് ഫാമിലി. ഓരോ ട്രൈബിലും ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ദ എൽഡസ്റ്റ് മെമ്പർ ഓഫ് ദ ട്രൈബ് വാസ് സെലക്റ്റഡ് ആസ് ഹെഡ് ഓഫ് ട്രൈബ്. അപ്പോൾ ഇതിൻ്റെ തലവൻ എന്ന് പറയുന്നത് മുതിർന്ന മെമ്പറാണ്. ദ എൽഡസ്റ്റ് മെമ്പർ ഓഫ് ദ ട്രൈബ് വാസ് സെലക്റ്റഡ് ആസ് ദ ഹെഡ് ഓഫ് ദി ട്രൈബ്.
There were different tribal assemblies to assist tribal heads. Tribal headsനെ അസിസ്റ്റൻ്റ് ചെയ്യാൻ അസംബ്ലീസ് ഉണ്ട്. ദീസ് അസംബ്ലീസ് വെർ നോൺ ആസ് വിധാത സഭാ സമിതി. ഈ ഒരു അസിസ്റ്റൻ്റ് അസംബ്ലീസിനെ പറയുന്നതാണ്, ട്രൈബൽ അസംബ്ലീനെ പറയുന്ന പേരുകളാണ് വിധാത സഭാ സമിതി. ദ മെയിൻ ഓക്യുപ്പേഷൻ ഓഫ് ദ ആര്യൻസ് വാസ് കാറ്റൽ റയറിങ് ആൻഡ് ഫാമിംഗ്. ഇതിൽ 3 പോയിൻറ്റ്സ് മാത്രം എഴുതിയാൽ മതി, 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇനി അടുത്തത് ലിസ്റ്റ് ഔട്ട് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് അൾട്രാ വയലറ്റ് റേസ്. അൾട്രാ വയലറ്റ് റേസിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്? ക്ലൈമറ്റ് ചേഞ്ച്, സ്കിൻ ക്യാൻസർ, ബ്ലൈറ്റ്നസ്. ക്ലൈമറ്റ് ചേഞ്ച്, ബ്ലൈറ്റ്നസ്, സ്കിൻ ക്യാൻസർ, പ്രീമച്വർ ഏജിങ്, സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്, ക്രോപ്പ് ഫെയിലിയർ, ഡിസ്ട്രക്ഷൻ ഓഫ് ഫുഡ് ചെയിൻ. ഇതിലേതെങ്കിലും 3 എഴുതിയാൽ മതി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദ കോളം വിത്ത് അപ്രോപ്രിയേറ്റ്. ഈ ഒരു ഭാഗം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. തിണാസിനെ കുറിച്ചിട്ട് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. എല്ലാ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏതൊക്കെയാണ്? കുറിഞ്ചി ഏതാണ് നമുക്ക് യോജിപ്പിക്കുക? ഹില്ലി റീജിയനാണ്. കുറിഞ്ചി എന്താണ്? ഹില്ലി റീജിയനാണ്. മുല്ലൈ എന്ന് പറഞ്ഞാൽ ഗ്രാസ് ലാൻഡ് ആണ്. മുല്ലൈ എന്ന് പറഞ്ഞാൽ ഗ്രാസ് ലാൻഡ് ആണ്. മരുതം എന്ന് പറഞ്ഞാൽ വെറ്റ് ലാൻഡ് ആണ്. മരുതം വെറ്റ് ലാൻഡ്. നെയ്തൽ എന്ന് പറഞ്ഞാൽ കോസ്റ്റൽ റീജിയൻസ് ആണ്, തീരപ്രദേശങ്ങളാണ്. 4 മാർക്കാണ് ആ ചോദ്യത്തിന് ഉത്തരം. ഹൂ പ്രപ്പോസ്ഡ് ദ ഡ്രെയിൻ തിയറി ആരാണ് പ്രപ്പോസ് ചെയ്തത്? ആരാണ്? ദാദാഭായ് നവറോജിയാണ്. വാട്ട് ആർ ദ മെയിൻ റീസൺസ് ഓഫ് എക്കണോമിക് ഡ്രെയിൻ അക്കോർഡിംഗ് ടു ദിസ് തിയറി? അപ്പോൾ ഇന്ത്യയിൽ സാമ്പത്തിക തകർച്ച ഉണ്ടായി. അതിനെന്തൊക്കെയാണ് കാരണങ്ങൾ എന്ന് ദാദാഭായ് നവറോജി കണ്ടുപിടിച്ചു. അതിൽ അസംഷൻസ് ആണിത്. ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഇൻ ഇന്ത്യ വെർ പെയ്ഡ് ഹൈ സാലറീസ്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കൊക്കെ ഭയങ്കര ഹൈ സാലറി ആയിരുന്നു. ഗുഡ്സ് മെയ്ഡ് ഫ്രം ഇന്ത്യൻ റോ മെറ്റീരിയൽസ് ആൻഡ് റിസോഴ്സസ് ബോട്ട് അറ്റ് എക്സ്ട്രീംലി ലോ പ്രൈസസ് വെർ സോൾഡ് അറ്റ് ഹൈ പ്രൈസസ് ഇൻ ദ ഇന്ത്യൻ മാർക്കറ്റ്. അപ്പോൾ ഇവിടുത്തെ റോ മെറ്റീരിയൽസൊക്കെ വളരെ കുറഞ്ഞ തുച്ഛമായ വിലയ്ക്ക് വാങ്ങിയിട്ട് അതുകൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ വളരെ വലിയ വിലയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ വിൽക്കുക. ഗുഡ്സ് മെയ്ഡ് ഫ്രം ദി ഇന്ത്യൻ റോ മെറ്റീരിയൽസ് ആൻഡ് റിസോഴ്സസ് ബോട്ട് അറ്റ് എക്സ്ട്രീംലി ലോ പ്രൈസ് were sold at high price in Indian market. Indian wealth was robbed for expanding the British Empire. British Empire ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ അവർ കൊള്ളയടിച്ചു. ഇന്ത്യൻ ലേബറേഴ്സ് were treated as slaves. ഇന്ത്യക്കാർ അവർ അടിമകളെ പോലെ, സ്ലേവ്സിനെ പോലെയായിരുന്നു ട്രീറ്റ് ചെയ്തത്. ആൻഡ് ഫാം ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് വേർ എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ടിലേക്ക് ഇവിടുത്തെ നല്ല സാധനങ്ങളൊക്കെ അവർ കയറ്റി അയച്ചിരുന്നു. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഇവാലുവേറ്റ് ദ ആക്ടിവിറ്റീസ് ഇംപ്ലിമെൻറ്റഡ് ബൈ അശോക ടു പ്രൊപ്പഗേറ്റ് ബുദ്ധിസം. അപ്പം ബുദ്ധിസം ഇന്ത്യയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തത്, വ്യാപിപ്പിച്ചത് ആരാണ്? അശോകനാണ്. അതിനായിട്ട് അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തതെന്നാണ് ചോദ്യം. അദ്ദേഹം ചെയ്തത് എന്തൊക്കെയാണ്? എസ്റ്റാബ്ലിഷിംഗ് ദമ്മ എസ്റ്റാബ്ലിഷ് ചെയ്തു. അശോക എറക്റ്റഡ് എഡിക്ട്സ് ഇൻ വാരിയസ് പാർട്സ് ഓഫ് ദ കൺട്രി ആൻഡ് മെയ്ഡ് ഇൻസ്ക്രിപ്ഷൻസ് ഓൺ റോക്ക്. അശോകന് എല്ലാ സ്ഥലത്തും എന്താക്കി? വാരിയസ് പാർട്സിൽ എറിക്റ്റ് ഓരോന്ന് കൊത്തിവെച്ചു. ബുദ്ധൻ്റെ സിദ്ധാന്തങ്ങളൊക്കെ കൊത്തിവെച്ചു. ആൻഡ് മെയ്ഡ് ഇൻസ്ട്രക്ഷൻസ് ഓൺ റോക്ക്. ഓക്കെ. അശോക സെൻഡ് ഓഫീസേഴ്സ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി ആൻഡ് അതർ കൺട്രീസ് ടു പ്രൊപ്പഗേറ്റ് ദമ്മ വ്യാപിപ്പിക്കാനായിട്ട് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് കൺട്രീൻ്റെ പല ഭാഗത്തേക്കും അശോക ആൾക്കാരെ അയച്ചു. പിന്നെ രാജ്യത്തിന് പുറത്തേക്കും അയച്ചു. അശോക ഇൻസ്റ്റാൾഡ് സ്തൂബാസ് വാരിയസ് പാർട്സ് ഓഫ് ദ കൺട്രീൻ്റെ പല സ്ഥലത്തും സ്തൂബാസ് ആണ് അദ്ദേഹം. അടുത്തത് 5 മാർക്കിൻ്റെ 2 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് എഴുതാണ്ടാവുക. ഓക്കെ, 3 ഓപ്ഷൻസ് ഉണ്ടാവും. എക്സ്പ്ലെയിൻ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ബുദ്ധിസം ആൻഡ് ജൈനിസം ടു ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ. അപ്പോൾ ബുദ്ധിസത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഗേവ് ഇമ്പോർട്ടൻസ് ടു ഹ്യൂമൻ ബീയിങ്സ്. ഓക്കെ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ദ ടെനൻസ് വാസ് അഹിംസ. അഹിംസയിൽ ഉറച്ചു നിന്നു. ഗേവ് ഇമ്പോർട്ടൻസ് ടു വൺസ് ഓൺ കർമ്മ. ഓരോരുത്തരുടെ കർമ്മത്തിനനുസരിച്ചാണ് ഓരോരുത്തർക്ക് റിസൾട്ട് കിട്ടുക. എന്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തു. ഗേവ് ഇമ്പോർട്ടൻസ് ടു ദ മോറൽ ലൈഫ്സ് ഓഫ് ദ പീപ്പിൾ. ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് സംഘാസ് വിച്ച് വർ ഫോംഡ് ഫോർ സ്പ്രെഡിംഗ് ബുദ്ധിസം ഹെൽപ്ഡ് ദ ഗ്രോത്ത് ഓഫ് ഡെമോക്രാറ്റിക് ആൻഡ് വാല്യൂ ഓറിയൻറ്റഡ് അവയർനെസ് ഇൻ ദ സൊസൈറ്റി. ദ പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ആൻഡ് പില്ലാസ്, അതായത് കേവ്സ്, ചൈത്യാസ്, ടെമ്പിൾസ്, വിഹാരാസ്, അതൊക്കെ അന്നത്തെ കാലത്ത് ബുദ്ധ വിഹാര കേന്ദ്രങ്ങളൊക്കെ സ്ഥാപിച്ചു. അത് വഴി ആർക്കിടെക്ചറിലൊക്കെ ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി. മേജർ റോൾ ഇൻ പ്രൊമോട്ടിംഗ് ട്രേഡ് ആൻഡ് കൾച്ചറൽ റിലേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് നെയ്ബറിംഗ് കൺട്രീസ്. ഇമ്പോർട്ടൻറ്റ് റോൾസ് ഇൻ ദ പ്രോഗ്രസ് ഓഫ് എഡ്യൂക്കേഷൻ. ജൈനിസത്തിനെ കുറിച്ച് പറയാൻ അഡ്വൈസ്ഡ് ദ പീപ്പിൾ ടു ലെഡ് റൈറ്റ് ലൈഫ് ബൈ ഫോളോയിങ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് റൈറ്റ് ബിലീഫ്, റൈറ്റ് നോട്ട്സ് ആൻഡ് റൈറ്റ് ആക്ഷൻ. അതായിരുന്നു ജൈനിസം
ജൈനിസത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്തായിരുന്നു? റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ് ആൻഡ് റൈറ്റ് ആക്ഷൻ. ദ ജെയിൻ സയൻസ് വർ അബ്സ്റ്റെയിൻഡ് ഫ്രം ടെല്ലിംഗ് ലൈസ്, കില്ലിംഗ്, സ്റ്റീലിംഗ് ആൻഡ് അക്വയറിംഗ് വെൽത്ത്. അപ്പം കള്ളം പറയുക, കൊല്ലുക, മോഷ്ടിക്കുക, പണം സമ്പാദിക്കുന്നതിൽ നിന്നൊക്കെ അവർ വിട്ടുനിന്നു. ഫോളോഡ് സെലിബസി ലൈഫ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The most powerful among Mahajanapadas was Magadha. What were the reason for their supremacy? മഗധയായിരുന്നു പിന്നെ ഏറ്റവും പ്രബലമായ രാജവംശം. എന്തുകൊണ്ടാണ്? റിച്ച് ഡെപ്പോസിറ്റ്സ് ഓഫ് അയൺ എനേബിൾഡ് ഫോർ മേക്കിംഗ് ദ ഓഫ് വെപ്പൺസ് ആൻഡ് ഫാമിംഗ് എക്യുപ്മെൻറ്റ്സ്. അയണിൻ്റെ നിക്ഷേപം ഉണ്ടായിരുന്നു, റിച്ച് ഡെപ്പോസിറ്റ് ഓഫ് അയൺ ഓർ. അതുകൊണ്ട് അവരെന്തുണ്ടാക്കി? ആയുധങ്ങളുണ്ടാക്കി, അതേപോലെ തന്നെ ഫാമിംഗ് എക്യുപ്മെൻറ്റ്സും ഉണ്ടാക്കി. ഗംഗ ആൻഡ് ഹെർ ട്രൈബ്യൂട്ടറീസ് മെയ്ഡ് മഗധ എ ഫെർട്ടൈൽ ലാൻഡ്. ഗംഗയുടെ ട്രൈബ്യൂട്ടറീസും മഗധയെ ഒരു നല്ലൊരു ഫെർട്ടൈൽ ലാൻഡാക്കി മാറ്റി. ട്രീസ് ഫ്രം നിയർ ബൈ ഫോറസ്റ്റ് ഇൻ ദ ഗാൻജറ്റിക് പ്ലെയിൻസ് വെർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ബിഗ് ബോട്ട്സ് ടു ഫെസിലിറ്റേറ്റ് ട്രേഡ്. ഇപ്പം വ്യാപാര ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിഗ് ബോട്ട്സ് വേണമല്ലോ, അതിനൊക്കെ അവിടുത്തെ ഫോറസ്റ്റിൽ നിന്ന് ഒരുപാട് ട്രീസൊക്കെ കട്ട് ചെയ്ത് അവർ ബോട്ടൊക്കെ ഉണ്ടാക്കി. അത് ഒരുപാട് അവരെ സഹായിച്ചു. മെയ്ഡ് യൂസ് ഓഫ് എലിഫൻറ്റ്സ് ഇൻ ബാറ്റിൽസ്. യുദ്ധങ്ങൾക്ക് എലിഫൻറ്റിനെ ഉപയോഗിച്ചു. പ്രോഗ്രസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ്, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, പവർഫുൾ കിങ്ഷിപ്പ് ആൻഡ് ഹൈലി എഫിഷ്യൻറ്റ് മിലിറ്ററി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാപ്പിനെ കുറിച്ചാണ്. ഏതെങ്കിലും മാപ്പിൻ്റെ പാഠത്തുനിന്ന് ഇങ്ങനെ 5 മാർക്കിന് ചോദ്യം വരാം. ക്ലാസിഫൈ മാപ്സ് ബേസ്ഡ് ഓൺ സ്കെയിൽ ആൻഡ് എക്സ്പ്ലെയിൻസ് വിത്ത് എക്സാമ്പിൾ. അപ്പോൾ മാപ്സിനെ കുറിച്ചാണ്. സ്മോൾ സ്കെയിൽ മാപ്സും ഉണ്ട്, ലാർജ് സ്കെയിൽ മാപ്സും ഉണ്ടല്ലേ. മാപ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് on the basis of scale as a small scale maps and large scale maps. Small scale maps എന്ന് പറഞ്ഞാൽ maps showing only the important information of larger areas. ലാർജർ ഏരിയാസിൻ്റെ ഇൻഫോർമേഷൻസ് അത് ലാർജർ ഏരിയ ആയിരിക്കും, പക്ഷെ അതിൽ ഇമ്പോർട്ടൻ്റ് ഇൻഫോർമേഷൻ മാത്രമേ കാണിക്കുള്ളൂ. അത് അങ്ങനെയുള്ള മാപ്സാണ് സ്മോൾ സ്കെയിൽ മാപ്പ്. അതിന് ഉദാഹരണം ആറ്റ്ലസും വോൾ മാപ്സും ആണ്. ഈ ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ പ്രദേശമായിരിക്കും, പക്ഷേ അവിടുത്തെ ഡീറ്റെയിൽ മാപ്പ് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും, മുഴുവൻ ഡീറ്റെയിൽസും കിട്ടും. മാപ്സ് റെപ്രസെൻറ്റിംഗ് ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ ഓഫ് സ്മോൾ ഏരിയ. എക്സാമ്പിൾ കഡസ്ട്രൽ മാപ്പ്, ടോപ്പോഗ്രാഫിക്കൽ മാപ്സ്. അപ്പോൾ നമ്മൾ 16 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് ഇനിയും നമ്മൾ ഒരുപാട് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക്